ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എന്നത്തെയും പോലെ ഇന്നും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എന്ന് പറയുന്നത്, ഡേ ഇൻ മൈ ലൈഫ് എന്ന് ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല, രാവിലത്തെ മോർണിംഗ് വിശേഷങ്ങളാണ്. പക്ഷേ അതിൽ തന്നെ നമ്മൾ എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ലഞ്ചും ഒക്കെ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചത്തിരിയാണ് കേട്ടോ. ചപ്പാത്തി പൊടി വാട്ടി ഉണ്ടാക്കുന്ന പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാൻ പറ്റുമായിരിക്കും ചത്തിരി എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞത്. ചപ്പാത്തി പൊടി കൊണ്ട് വാട്ടി ഉണ്ടാക്കണമെന്ന് കേട്ടോ. ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റും ഉണ്ടാകും കേട്ടോ. നമുക്ക് ചപ്പാത്തി കഴിക്കുമ്പോൾ ചില മക്കൾക്കൊന്നും പിടിക്കത്തില്ല, ഭയങ്കര ബലല്ലേ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അവർ കഴിക്കൂല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും കഴിച്ചോളും. അപ്പോൾ അതവിടെ വാട്ടിങ്ങാണ്ട് ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം ഞാൻ വെള്ളക്കടല ഉണ്ടല്ലോ, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴുകിങ്ങാണ്ട് എടുത്തിട്ടുണ്ട്. ഇനി അതുകൊണ്ട് കറി വെക്കാന്ന് കേട്ടോ. ഞാൻ എല്ലാം കൂടെ ഇട്ടുങ്ങാണ്ടാണ് കേട്ടോ കറി വെക്കാറ്. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കുക്കറിലോട്ട് എല്ലാം കൂടെ ഇട്ടുങ്ങാണ്ട് അങ്ങ് കറിയാക്കാറാണ് ചെയ്യാറ്. പിന്നെ അതെടുത്ത് തൂമിക്കാന്ന് കേട്ടോ ചെയ്യുന്നത്. അല്ലാണ്ട് സവാള വഴറ്റി തക്കാളി ഇട്ട് അങ്ങനെയൊന്നല്ല ചെയ്യാറ്. ഇങ്ങനെ മൊത്തം കടലയും ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഇത്രയും കാര്യങ്ങൾ, ഉപ്പും വെള്ളവും, ഇത്രയും കാര്യങ്ങൾ ഇട്ടതിന് ശേഷം വേവിച്ചെടുക്കും കേട്ടോ. കടല വേവുന്ന അതുവരെ വേവിച്ചെടുക്കും. എന്നിട്ട് പിന്നെ എണ്ണയും ചെറിയുള്ളിയും കറിവേപ്പില ഇട്ടിങ്ങാണ്ട് തൂമിച്ചെടുക്കും. അങ്ങനെയാണ് കേട്ടോ ഞാൻ കടലക്കറി ആയിക്കോട്ടെ, പയറുകറി ആയിക്കോട്ടെ, കിഴങ്ങ് കറി ആയിക്കോട്ടെ, എന്ത് കറി ആയിക്കോട്ടെ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കാറ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കുറുക്കും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എന്താ ഗ്യാസിൻ്റെ ഈ ഒരു കൗണ്ടർ ടോപ്പ് ഇത്ര മെസ്സായി കിടക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. ഇന്ന് രാവിലെ ആണ് കേട്ടോ കാക്കു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാക്കുവിന് പോകുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ചുട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചട്ടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ വെച്ചിങ്ങാണ്ട് പോയി കിടന്നിട്ടുണ്ടാകും കേട്ടോ. രാവിലെ ആണ് കാക്കു പോവുക. അപ്പോൾ രാവിലെ കാക്കുവിന് ദോശ ചുട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ പിന്നെയും പോയിങ്ങാണ്ട് കുറച്ച് നേരം കിടക്കൂട്ട്. എന്നിട്ട് പിന്നെ ആണ് നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ ചട്ടിക്ക് അവിടെ തന്നെ അങ്ങ് വെച്ച് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കറിക്കുള്ളത് അവിടെ വേവിക്കാൻ വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ അതാ ഞാനത് വാട്ടി കുഴച്ചിങ്ങാണ്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എവിടുന്നോ ഒരു വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം ഉപ്പയും ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അവർ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ ഈ തേങ്ങാ ബന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഈ ഒരു തേങ്ങാ ബന്നി എന്ന് പറയുന്നത്. അതിങ്ങനെ ചായയിലൊക്കെ മുക്കി കഴിക്കാം, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ബന്ന്, ബ്രെഡ്, ഇങ്ങനത്തെ തേങ്ങാ ബന്നി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചായയിൽ മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട്, കട്ടൻ ചായയിൽ കേട്ടോ, പാൽ ചായയിലല്ല. പക്ഷേ റസ്കിനോട് എനിക്ക് വലിയ താല്പര്യമല്ല കേട്ടോ. അത് കുറച്ച് ബലമല്ലേ, മറ്റേ ഭയങ്കര സോഫ്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെയൊക്കെ കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോൾ അതാ ഓരോന്നോരോന്നായിട്ട് ഞാൻ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഉയരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു സ്റ്റൂൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പലകക്കല്ല് വെച്ചിങ്ങാണ്ട് നമ്മൾ പരത്തിയെടുക്കുന്നത്. ഇനിയിപ്പോൾ അതൊക്കെ പരത്തിയെടുത്തതിന് ശേഷം അപ്പോഴേക്കും നമ്മളുടെ കറി അവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വെന്ത് വന്നത് ഇനിയിപ്പോൾ തൂമിച്ചെടുക്കുകയാണ്. അപ്പോൾ ചെറിയുള്ളി വെച്ചിട്ടാണ് കേട്ടോ, മല്ലിപ്പൊടി ഇട്ട കറികളെല്ലാം ഇവിടെ ചെറിയുള്ളി വെച്ചിട്ടാണ് കേട്ടോ തൂമിച്ചെടുക്കാറ്. അപ്പോൾ അങ്ങനെ അത് തൂമിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറി റെഡിയാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ പത്തിരി ഉണ്ടാക്കുക. ഇപ്പോൾ പിന്നെ ഈ വാക്ക് സ്കൂളിലോട്ട് ലഞ്ചൊന്നും വേണ്ട, അതുകൊണ്ട് തന്നെ ലഞ്ച് ബോക്സ് റെസിപ്പീസൊന്നും ചെയ്യാനൊന്നും പറ്റാറില്ല കേട്ടോ. ആദ്യമൊക്കെ ഞാൻ വല്ലപ്പോഴൊക്കെ ലഞ്ച് ബോക്സിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവാക്ക് ലഞ്ച് കൊണ്ടുപോകേണ്ട ടൈമിലൊക്കെ കേട്ടോ. ഇപ്പോൾ പിന്നെ ലഞ്ച് കൊണ്ടുപോകേണ്ട സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും, എന്തെങ്കിലും കൂട്ടാൻ കൊടുത്തയച്ചാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ രാവിലെ അങ്ങനെ വലിയ റിസ്ക്കോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു എന്താ പറയുക, നാക്കിൽ ആക്കം പോലെ അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. കാരണം ഇവ 9:45 ആ ഒരു ടൈമിനാണ് കേട്ടോ ഇവ പോവുക. അപ്പോൾ നമുക്ക് നല്ല റിലാക്സ് ചെയ്തിങ്ങാണ്ട് പണിയെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഓള് പോണതിൻ്റെ മുമ്പ് പണികളൊക്കെ തീർക്കാമെന്ന് മാത്രം. അപ്പോൾ ഇതാ നല്ല പോലെ പൊങ്ങി വന്നിട്ടുള്ള പത്തിരി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പത്തിരി ഉണ്ടാക്കൽ അവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചോറിനുള്ള അരി എടുത്തുങ്ങാണ്ട് അത് കഴുകിങ്ങാണ്ട് പത്തിരി ഉടൽ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അതെടുത്തുങ്ങാണ്ട് കഴുകാൻ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ കുടുക്കിയിൽ ഇനി വെച്ചിട്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇനി തിളച്ച്
തൂത്ത് പോയാലോ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, വലിയ കുടുക്കയിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ കൂട്ടാനെന്ന് പറയുന്നത് വൻപയറും അതുപോലെ തന്നെ മത്തനുമാണ് കേട്ടോ. മത്തനും വൻപയറും പാടുള്ളൊരു കൂട്ടാനാണ്, തേങ്ങ നരക്കാണ്ട് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ എടുക്കണീൻ്റെ എത്രയോ മുമ്പ് എടുത്തതാണ്, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ് കേട്ടോ അപ്ലോഡിങ്ങിന്. ഇനി ഇന്നലത്തെ വീഡിയോയിൽ വൻപയറും ചേനയായിരുന്നു, ഇനി ഇന്നത്തെ വീഡിയോയിൽ വൻപയറും മത്തനും ആകുമ്പോൾ നിങ്ങളിനി കളിയാക്കുക, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഇത് കുറച്ച് മുമ്പ് എടുത്ത വീഡിയോ ആണ്, അതിന് ശേഷം എടുത്തതാണ് ഇന്നലെ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ എങ്ങനെയാണെങ്കിലും ഒരു കൂട്ടാനായാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇന്നലെ അങ്ങനെയല്ലേ ഉണ്ടാക്കിയെന്ന് എഴുതിയിട്ട് ഇന്ന് ഇങ്ങനെയല്ലേ എന്ന് എഴുതിയിട്ട് ഇവിടേക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി കാണുന്നവർക്കും വല്ല പ്രശ്നമുണ്ടോ എന്നുള്ളത് എനിക്കറിയൂലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു കൂട്ടാൻ, ഒരു കറി അത്രയും മതി കേട്ടോ. അല്ലാതെ വീഡിയോക്ക് വേണ്ടിയിട്ട് ചിലവർ കാണിക്കുന്നതാണ് ഒരുപാട് റെസിപ്പീസ് ഒരു ദിവസം തന്നെ ഉണ്ടാക്കുന്നത്. നമുക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു റെസിപ്പി, ഒരു കൂട്ടാനും നല്ലൊരു കറിയൊക്കെ വെറൈറ്റി ആക്കിയിട്ട് ഉണ്ടാക്കണമൊക്കെ ചെയ്യാം. പക്ഷേ ഒരു ദിവസം തന്നെ ഒരുപാട് റെസിപ്പീസൊക്കെ ഉണ്ടാക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ വിചാരിക്കും ഇതൊക്കെ പാടെ എങ്ങനെ വലിയ തിന്ന് കഴിയുമോ എന്നൊക്കെ വിചാരിക്കും കേട്ടോ. എന്തോ അറിയില്ല, ഞാൻ എൻ്റെ സംശയം പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടൊന്നും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാറില്ല. നമുക്ക് അതിനുള്ള ആ ഒരു സാമ്പത്തിക അച്ചടക്കം ഇല്ല. കാക്കു കണ്ടുപിടിച്ച പുതിയൊരു വാക്കാണ് കേട്ടോ അത്, സാമ്പത്തിക അച്ചടക്കം. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഇല്ല. അപ്പം അത് കാരണം നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ എന്താ പറയുക, കുറച്ച് പച്ചക്കറിയൊക്കെ തലേ ദിവസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പച്ചക്കറിയൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലേക്ക്. ആ ഒരു ഓർഗനൈസ് ബോക്സ് ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടാനുള്ളത് ഞാൻ അവിടെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ട് അതവിടെ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നല്ലേ ആ ഒരു ക്ലാസ് ഉണ്ടല്ലോ, എൻ്റെ ഒരു സ്വഭാവം എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിന് അറിയാൻ പറ്റുമായിരിക്കും. ഒരു സാധനത്തിന് ഞാൻ സ്ഥിരമായിട്ട് ഒരിടത്ത് നിൽക്കാൻ അയക്കൂല. ഞാനിങ്ങനെ ട്രാൻസ്ഫർ കൊടുത്തുകൊണ്ടേ ഇരിക്കട്ടെ. എനിക്ക് എന്താണെന്നറിയില്ല, എല്ലാ സാധനത്തിനും ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഗ്ലാസ്സുകൾ ഇതിൻ്റെ മുമ്പേ അപ്പുറത്തൊരു കബോർഡിലായിരുന്നു ഇരുന്നിരുന്നത്, അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇപ്പോൾ എനിക്ക് തോന്നി അത് അവിടെ ഇരിക്കണേലും നല്ലത് ആ ചെറിയ കബോർഡിൻ്റെ ഉള്ളിലിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ പെറുക്കിങ്ങാണ്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് വേറെ എവിടേക്കെങ്കിലും മാറുമോ എന്നുള്ളത് എനിക്കറിയൂല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീട്ടിൽ എൻ്റെ കാക്കൂന് പോലും ഒരു സാധനം എവിടെ ഇരിക്കണം എന്നുള്ളത് അറിയൂല കേട്ടോ. എനിക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഒരു ദിവ്യശക്തി ഇവിടെ ഉണ്ട്. ദിവ്യശക്തിൻ്റെ കുഴപ്പം കൊണ്ടൊന്നല്ല കേട്ടോ. ഈ ആഴ്ച കാക്കു വരുമ്പോൾ, ഇപ്പോൾ ഈ ക്ലാസ്സുകൾ അവിടെ മുകളിലായിരുന്നല്ലോ, അടുത്ത ആഴ്ച ഇനി കാക്കു വരുമ്പോഴേക്കും അത് അവിടത്തേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത ആഴ്ച വരുമ്പോഴേക്കും അത് വേറെ പിന്നെയും മാറിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ കാക്കുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല കേട്ടോ, എന്നെ കുറ്റം പറഞ്ഞാൽ മതി. അങ്ങനെ അതൊക്കെ അവിടെ സെറ്റാക്കിയിട്ട് അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി കുഴപ്പമില്ല എന്നൊക്കെ തോന്നിയതിന് ശേഷം, വലിയ സാറ്റിസ്ഫാക്ഷനൊന്നും ആയിട്ടില്ല, എന്നാൽ കൂടെ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ആക്കാം, അങ്ങനെ അവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കൂട്ടാനും ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടാൻ വൻപയറും മത്തനും ആയതുകൊണ്ട് ഞാൻ വറവിട്ടെടുക്കുന്നത് കടുക് വെച്ചിട്ടാണ് കേട്ടോ. കടുക് പൊട്ടിത്തെറിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. കടുക് കണ്ണിലേക്ക് തെറിച്ചിട്ട് ഇവിടെ കണ്ണിൻ്റെ കാഴ്ചക്ക് നല്ല പോലെ പ്രശ്നം പറ്റിയിട്ടുണ്ടാകുന്നു കേട്ടോ. നമ്മളുടെ ഒരു നെയ്ബറോ കാക്കുവിൻ്റെ ഒരു ഫാമിലി ആയിട്ട് വരും. അങ്ങനെ അവർക്ക് കണ്ണിന് കടുക് പൊട്ടിത്തെറിച്ചിട്ട് ഇതേമാതിരി വറവിടുമ്പോൾ കണ്ണിലോട്ട് പൊട്ടിത്തെറിച്ചിട്ട് നല്ല പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇനി കടുക് അങ്ങനെ വറവിടുന്ന ടൈമിൽ എന്ത് ചെയ്യുക, അടച്ചു കൊടുക്കുക കേട്ടോ. പൊട്ടിത്തെറിച്ചൽ കഴിഞ്ഞതിന് ശേഷം മാത്രം തുറന്നിട്ട് അല്ലെങ്കിൽ കുറച്ച് വിട്ട് നിന്നുങ്ങാണ്ട് കടുക് പൊട്ടിത്തെറിക്കുന്നവരെ മാറി നിൽക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതാ രണ്ട് മക്കൾസും ഇവ മദ്രസിട്ട് വന്നതിന് ശേഷം ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അയാനക്കുട്ടിയും ചായ കുടിക്കുന്നുണ്ട്. അയാനക്കുട്ടിക്കുന്ന ബാലവാടി ഉണ്ട്, ഇവാക്കുന്ന സ്കൂളും ഉണ്ട്. അപ്പോൾ ഇവ മാറ്റി സ്കൂളിൽ പോയി ഓളെ ഫ്രണ്ട്സ് അതാ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ പോകും. രണ്ട് കാക്കോളുണ്ട്, രണ്ട് കാക്കോളെ കൂടെ കുഞ്ഞനിയെത്തി അങ്ങനെ പോകും കേട്ടോ. ഓല് കൊണ്ടുപോയിക്കോളും, നമ്മൾ പോകേണ്ട ആവശ്യമില്ല. പിന്നെ അയനക്കുട്ടീനെ ബാലവാടിയിൽ കൊണ്ടുപോയി ആക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഞാൻ ഷൂട്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ആക്കാനൊന്നും മറന്നു പോകരുത്. ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. പിന്നെ ഇനിയിപ്പോൾ അയനക്കുട്ടീനെ കൂടെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.